അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പ്രവാചകന്റെ പിതാവ് അബ്ദുള്ള 25-ാം വയസ്സിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് അബ്ദുൽ മുത്തലിബ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഖുറൈശികളിൽ ഉന്നത സ്ഥാനമുള്ള ബനു സഹറ ഗോത്രത്തിലെ മഹദിയായ ആമിന ബിൻതു വഹബുമായി അവരുടെ വിവാഹം നടന്നു. ആമിനയുടെ പിതാവ് ബനു സഹറ ഗോത്രത്തിന്റെ നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹം രണ്ടു മാന്യമായ കുടുംബങ്ങളുടെ സംഗമമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വിവാഹത്തിന് ശേഷം അധികം വൈകാതെ അബ്ദുള്ള ഷാമിലേക്കുള്ള ഒരു വ്യാപാര സംഘത്തോടൊപ്പം കച്ചവടത്തിനു വേണ്ടി പുറപ്പെട്ടു. അന്നത്തെ അറബികളുടെ ജീവിതത്തിൽ ഇത്തരം വ്യാപാര യാത്രകൾ അത് സാധാരണയായിരുന്നു. യാത്ര കഴിഞ്ഞ് മക്കയിലേക്ക് മടങ്ങുന്ന വഴിയിൽ അബ്ദുള്ള മദീനയിലേക്ക് പോയി തൻ്റെ അമ്മാവന്മാരായ ബനു നജ്ജാറിൻ്റെ അടുത്ത് ഏതാനും ദിവസം താമസിച്ചു. യാത്രയുടെ ക്ഷീണവും തനിക്ക് ബാധിച്ച ചില രോഗങ്ങളും കാരണം കുറച്ച് ദിവസങ്ങൾ അവിടെ അദ്ദേഹത്തിന് തങ്ങേണ്ടി വന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അബ്ദുള്ള മദീനയിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. അന്ന് അദ്ദേഹത്തിന് വെറും 25 വയസ്സായിരുന്നു പ്രായം. ആ സമയത്ത് ആമിന പൂർണ്ണ ഗർഭിണിയായിരുന്നു. ലോകത്തിന് കാരുണ്യമായി വരാനിരിക്കുന്ന ശിശു അന്നേരം ഉമ്മയായ ആമിനയുടെ ഗർഭത്തിലായിരുന്നു എന്നർത്ഥം. അബ്ദുള്ളയുമായി യാത്ര ചെയ്ത വ്യാപാര സംഘം മക്കയിൽ തിരിച്ചെത്തിയപ്പോൾ അബ്ദുൽ മുത്തലിബ് തൻ്റെ മകനെക്കുറിച്ച് അന്വേഷിച്ചു. ബനു നജ്ജാറിൻ്റെ അടുത്ത് രോഗാവസ്ഥയിലാണ് തൻ്റെ മകനെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ മൂത്ത മകൻ ഹാരിസിനെ മദീനയിലേക്ക് അയച്ചു. എന്നാൽ ഹാരിസ് അവിടെ എത്തുമ്പോഴേക്കും അബ്ദുള്ള മരണപ്പെട്ടിരുന്നു. ഹാരിസ് ഉടനെ തന്നെ മടങ്ങി വന്ന് ഈ ദുഃഖവാർത്ത തൻ്റെ പിതാവിനെ അറിയിച്ചു. അബ്ദുൽ മുത്തലിബിനും കുടുംബത്തിനും ഈ ഒരു വാർത്ത വലിയ വേദനയുണ്ടാക്കി. അബ്ദുള്ള മരണപ്പെടുമ്പോൾ അദ്ദേഹം വിട്ടേച്ചു പോയ സമ്പാദ്യം 5 ഒട്ടകങ്ങൾ, ഒരു പറ്റം ആടുകൾ, അതിനു പുറമെ ബറ എന്നു പേരുള്ള ഒരു അടിമ സ്ത്രീയും ഉണ്ടായിരുന്നു. ഈ അടിമ സ്ത്രീയാണ് പിന്നീട് ഉമ്മു ഐമൻ എന്ന പേരിൽ അറിയപ്പെട്ട പ്രസിദ്ധയായ സ്വഹാബി വനിത. അബ്ദുള്ള മരണപ്പെടുമ്പോൾ ഗർഭം ചുമന്ന ആമിന ക്രിസ്തുവർഷം 571 അറബികളുടെ കാലഗണന രീതി പ്രകാരം ആനക്കലഹ വർഷത്തിൽ റബീഉൽ അവ്വൽ മാസത്തിൽ മക്കയിലെ ബനു ഹാഷിം കുടുംബത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. ആ ജനിച്ച തീയതിയെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. റബീഉൽ മാസം 2-ാം രാവിലാണ്, 10-ാം രാവിലാണ്, 12-ലാണ്, 17-ലാണ്, 18-ലാണ്, അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർക്കിടയിൽ നിലവിലുണ്ട്. അതുകൂടാതെ റബീഉൽ അവ്വൽ മാസത്തിലല്ല, മറിച്ച് മുഹറം മാസത്തിലാണ്, സഫറിലാണ്, റജബിലാണ്, റമദാനിലാണ് എന്നൊക്കെ അഭിപ്രായപ്പെട്ടവരും ചരിത്ര പണ്ഡിതന്മാർക്കിടയിലുണ്ട്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം അതൊരു തിങ്കളാഴ്ചയാണ് എന്ന കാര്യം അത് തർക്കമില്ലാത്ത വിഷയമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചകളിലും നോമ്പെടുക്കുന്നത് എന്നതിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് അതിന് മറുപടി പറഞ്ഞത് ഈ ദിവസമാണ് ഞാൻ ജനിച്ചത് എന്നാണ്. ഞാൻ നബിയായി നിയോഗിക്കപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്ന് കൂടി പ്രവാചകൻ അതിന് ഉത്തരമായിക്കൊണ്ട് നൽകി. ഈ കാര്യം ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മാത്രമല്ല ഖൈസ് ബിൻ മഖ്റമ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആനക്കലഹ വർഷത്തിലെ റബീഉൽ അവ്വലിലാണ് ജനിച്ചത് എന്ന്. അറബിയിൽ റബീഉ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസന്തകാലം എന്നാണ് അർത്ഥം. പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ശറഅ അഥവാ മതനിയമം അത് വസന്തമാണ് എന്ന്. ഏറ്റവും നല്ല കാലം അത് വസന്തകാലമാണ് എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ശറഅ ആണ് ഏറ്റവും നല്ല ശറഅ. വസന്തകാലത്ത് ഭൂമി പൊട്ടിപ്പിളർന്ന് ചെടികളും മറ്റും മുളക്കുന്നത് മനുഷ്യർക്ക് ഒരു കാരുണ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ് എങ്കിൽ ആത്മീയമായി ഇരുട്ടിലായിരുന്ന ലോകത്തിലേക്ക് കാരുണ്യത്തിന്റെ വെളിച്ചവുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഹ് മാസത്തിലാണ് കടന്നു വരുന്നത് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്ത് അംബിയായിലെ 107-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്ന്. സഹോദരങ്ങളെ, കാലാകാലങ്ങളിലായി പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായപ്പോൾ
ആ പ്രവാചക പരമ്പരയുടെ അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തോടു കൂടി സംഭവിക്കുകയാണ്. അദ്ദേഹത്തിലൂടെയാണ് മതനിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കുന്നത്. മനുഷ്യരുടെ വിശ്വാസ ജീവിതം ഘട്ടം ഘട്ടമായി പൂർണ്ണതയിലേക്ക് ഉയർത്തിയ ദൈവിക മാർഗനിർദ്ദേശങ്ങൾ അവിടുത്തെ ദൗത്യത്തോടു കൂടി സമാപ്തിയിലേക്ക് എത്തുകയാണ് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായമായ സൂറത്ത് മാഇദയിലെ 3-ാമത്തെ സൂക്തത്തിലൂടെ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു, മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ പ്രവാചക ദൗത്യത്തിന്റെ സമാപന പ്രഖ്യാപനമാണ്. പ്രവാചക ജീവിതത്തിന്റെ തുടക്കം മുതൽ അദ്ദേഹം നേരിട്ട എല്ലാ പരീക്ഷണങ്ങളും പോരാട്ടങ്ങളും, അദ്ദേഹം പ്രകടിപ്പിച്ച ക്ഷമയും സഹനവും, അതെല്ലാം ഒടുവിൽ ഇസ്ലാം മതത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു തിങ്കളാഴ്ചയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ഒരു തിങ്കളാഴ്ച തന്നെയാണ് അവിടുത്തെ വഫാത്തും സംഭവിച്ചിട്ടുള്ളത്. അവിടുത്തെ ജനനവും ദൗത്യവും മരണവുമെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു ജീവിതയാത്രയായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ളയുടെ മരണശേഷമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. ഈ ലോകത്തിലേക്ക് അദ്ദേഹം ജനിച്ചു വീഴുമ്പോൾ പിതാവില്ലാതെ അനാഥനായിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. 6-ാം വയസ്സിൽ ഉമ്മയായ ആമിനയും മരണപ്പെടുകയാണ്. അതോടുകൂടി മാതാപിതാക്കളുടെ സംരക്ഷണമില്ലാത്ത ഒരു ബാല്യത്തിലേക്ക് അവിടുത്തെ ജീവിതം കടന്നുപോയി. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദൗർബല്യമായ ഒരു അവസ്ഥയാണ് ഇത്. പക്ഷേ എല്ലാം അറിയുന്ന യുക്തിമാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ 93-ാമത്തെ അധ്യായം 3 മുതൽ 8 വരെയുള്ള സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയെ, നിന്റെ റബ്ബ് നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല, നിന്നോട് ഈർഷ്യത കാട്ടിയിട്ടുമില്ല. വലിൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. നിശ്ചയമായും പരലോകം നിനക്ക് ആദ്യ ലോകത്തേക്കാൾ ഉത്തമമാകുന്നു എന്ന്. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർവാ. വഴിയെ നിന്റെ റബ്ബ് നിനക്ക് നിശ്ചയമായും തരികയും ചെയ്യും, അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതാണ്. നിന്നെ അവൻ ഒരു അനാഥനായി കണ്ടെത്തുകയും എന്നിട്ട് ആശ്രയം നൽകുകയും ചെയ്തില്ലേ. വവജദക ളാല്ലൻ ഫഹദാ. നിന്നെ അവൻ വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. വവജദക ആയിലൻ ഫഅനാ. നിന്നെ അവൻ ദരിദ്രനായി കണ്ടെത്തുകയും ഐശ്വര്യം നൽകുകയും ചെയ്തില്ലേ. സഹോദരങ്ങൾ, ഇവിടെ ഈ സൂക്തത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ദൈവികമായ പരിപാലനമാണ്. മാതാപിതാക്കളുടെ കരുതലില്ലാത്ത ഒരു കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം സംരക്ഷണത്തിലേക്ക് ഏറ്റെടുത്ത് വളർത്തുക എന്ന് പറയുന്നത്, ആ കുട്ടിയുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്, അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ പരിപാലനമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ത്യപ്രവാചകനായി തെരഞ്ഞെടുത്തതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജ്ഞാനം നൽകിയതും അത് അള്ളാഹു ആണ്. സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ പ്രവാചകത്വ ദൗത്യത്തിന്റെ ആധികാരികത മനുഷ്യരിൽ നിന്നുള്ള അഭിപ്രായങ്ങളിൽ നിന്നല്ല നമ്മൾ യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് അവതരിപ്പിച്ച ദൈവിക വെളിപാടിൽ നമുക്കത് കാണാൻ സാധിക്കും. അതാണ് നമ്മൾ താല്പര്യപൂർവ്വം കേൾക്കേണ്ടതും സ്വീകരിക്കേണ്ടതും. പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തു നിസായിലെ 113-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക വറഹ്മതുഹു. നബിയെ, നിന്റെ മേൽ അല്ലാഹുവിന്റെ അനുഗ്രഹവും അവന്റെ കാരുണ്യവും ഇല്ലായിരുന്നു എങ്കിൽ ലഹമ്മത് ത്വായിഫത്തും മിൻഹും അൻ യുദില്ലൂക. അവരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ നിന്നെ വഴിപിഴപ്പിക്കുവാൻ തുനിയുക തന്നെ ചെയ്യുമായിരുന്നു. വമാ യുദില്ലൂന ഇല്ലാ അൻഫുസഹും. വാസ്തവത്തിൽ അവർ അവരെ തന്നെയല്ലാതെ വഴി പിഴപ്പിക്കുന്നുമില്ല. വമാ യദുറൂനക മിൻ ഷൈഇൻ. അവർ നിനക്ക് യാതൊന്നും തന്നെ ഉപദ്രവം വരുത്തുന്നതുമല്ല. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ. അല്ലാഹു നിനക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും ഇറക്കിത്തരുകയും ചെയ്തിരിക്കുന്നു. വഅല്ലമക മാ ലം തകുൻ തഅലം. നീ അറിയുമായിരുന്നില്ലാത്തത് പലതും അവൻ നിനക്ക് പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വകാന ഫദ്ലുല്ലാഹി അലൈക അലീമ. നിന്റെ മേൽ അല്ലാഹുവിന്റെ അനുഗ്രഹം വമ്പിച്ചതാകുന്നു എന്ന
ഇതാണ് സഹോദരങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം. മാതാപിതാക്കളോ സമ്പത്തോ ഗോത്രാധിപത്യമോ ആയിരുന്നില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുത്ത്. ഭൗതികമായ ഒരു അധികാരവുമില്ലാത്ത ഒരു ആൾബലവുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ലോകത്തിന്റെ നെറുകയിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നു വന്നത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു വലിയ സത്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പ്രതാപം നൽകുന്നത് അള്ളാഹുവാണ്, നിന്യത നൽകുന്നതും അള്ളാഹുവാണ്. പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം അതിലെ 26-ാം സൂക്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂതിയൽ മുൽക്ക് മൻ തശാഉ വതൻസിഉൽ മുൽക്ക് മിമ്മൻ തശാഉ. നബിയെ പറയുക, അള്ളാഹുവേ, രാജാധിപത്യത്തിന്റെ ഉടമസ്ഥനെ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ രാജാധിപത്യം കൊടുക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ രാജാധിപത്യം നീക്കിക്കളയുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപത്തിലാക്കുകയും നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്യതയിലാക്കുകയും ചെയ്യുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ കൈവശമാണ് നന്മയുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയമായിട്ടും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ആരെയാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അവനാണ് യഥാർത്ഥ പ്രതാപവാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ആരംഭം മുതൽ അവസാനം വരെ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ പറഞ്ഞത് സത്യമാണ് എന്ന് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും. ആ നിലക്കുള്ള വിജയവും പ്രതാപവും അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. ഇത് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു വാഗ്ദാനമായി പരിശുദ്ധ ഖുർആനിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുതയാണ്. പരിശുദ്ധ ഖുർആനിലെ 61-ാമത്തെ അധ്യായമായ സൂറത്തു സഫിലെ 9-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. അവനാണ് തന്റെ റസൂലിനെ മാർഗദർശനവും യഥാർത്ഥ മതവും കൊണ്ട് അയച്ചിട്ടുള്ളവൻ. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. എല്ലാ മതത്തെക്കാളും എല്ലാ ആദർശത്തെക്കാളും അതിനെ വിജയിപ്പിച്ചു പ്രത്യക്ഷപ്പെടുത്തുവാൻ വേണ്ടി ശിർക്ക് ചെയ്യുന്ന ബഹുദൈവ വിശ്വാസം സ്വീകരിച്ച ആളുകൾക്ക് എത്ര വെറുപ്പുണ്ടായാലും ശരി എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ച ഈ ഒരു മതം. അത് ലോകത്തെ അതിജയിക്കുമെന്ന് ലോകത്തിന്റെ സ്രഷ്ടാവ് നമുക്ക് അറിയിച്ചു തരികയാണ്. ആ ഒരു വിജയമാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക. 1400 വർഷങ്ങൾക്ക് ശേഷവും അത് ലോകത്ത് ഏറ്റവും പ്രസക്തമായി ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ഈ ഒരു പ്രഖ്യാപനം അത് സത്യസന്ധമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിക്കൊണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. അതുകൊണ്ട് അനാഥനായി വളർന്ന ആ ഒരു അവസ്ഥയിൽ ജീവിതം ആരംഭിച്ച ലോക നേതൃത്വത്തിന്റെ ഒരു മാതൃകാ പുരുഷനായി ഇന്നും കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലൂടെ ജീവിക്കുന്ന, കോടിക്കണക്കിന് ആളുകൾ ഓരോ നിമിഷവും അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഥാപുരുഷൻ വേറെ ഇങ്ങനെ ഈ ലോകത്ത് ആരും തന്നെ ഇല്ല എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അതൊരു ദൈവിക ദൗത്യമായതുകൊണ്ടാണ്, ദൈവിക സംരക്ഷണവും ഇടപെടലും നടന്നതുകൊണ്ടാണ് പ്രായോഗിക ജീവിതത്തിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര അർത്ഥസമ്പൂർണമായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായമായ സൂറത്ത് മാഇദയിലെ 3-ാമത്തെ സൂക്തത്തിലൂടെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യ ചരിത്രത്തിലെ ഒരു മഹത്തായ ദൗത്യം സമാപനത്തിലേക്ക് എത്തുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദം നബി അലൈഹിസ്സലാം മുതൽ ആരംഭിച്ച പ്രവാചകത്വ ദൗത്യം, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം എന്നിവർ കൈമാറിയ ദൗത്യം അത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർണ്ണതയിലെത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അനാഥനായി വളർന്നത് ഒരു കുറവല്ലായിരുന്നു എന്നത് നമ്മളിവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. മറിച്ച് പാവപ്പെട്ടവരുടെ വേദന മനസ്സിലാക്കാൻ വേണ്ടി, അനാഥരുടെ കണ്ണീർ തിരിച്ചറിയാൻ വേണ്ടി, കരുണയുടെ ഭാഷ സംസാരിക്കാൻ വേണ്ടി അതൊരു തയ്യാറെടുപ്പായിരുന്നു. മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചു എന്ന് ശത്രുക്കൾക്ക് പറയാൻ പോലും അവസരമില്ലാതാക്കാൻ അദ്ദേഹത്തിന്റെ അനാഥത്വം ഒരു തെളിവായി അവശേഷിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കുറച്ചു കാലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മയുടെ കൂടെ വളർന്നത് അത് യാദൃശികമല്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പിതാവിൽ നിന്ന് അകന്ന് ഉമ്മയോടൊപ്പം താമസിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ഉമ്മയുടെ കരുതലിൽ കുറച്ചു കാലം താമസിച്ചിട്ടുണ്ട്.
ഈസാ നബി അലൈഹി ഇസ്ലാം കുട്ടിക്കാലത്ത് തന്റെ ഉമ്മയുടെ കീഴിൽ താമസിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. അതൊരു ചരിത്ര സമന്വയമാണ്. സഹോദരങ്ങളെ, മക്കളെ വളർത്തുന്ന വിഷയത്തിൽ ഒരു മാതാവിനുള്ള സ്ഥാനം അത് എത്രത്തോളം ഉണ്ട് എന്ന് ഈ ചരിത്രങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. തലമുറകളെ വളർത്തിയെടുക്കേണ്ടവർ യഥാർത്ഥത്തിൽ ഉമ്മമാരാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിനേക്കാൾ 3 സ്ഥാനം കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് നൽകിയിട്ടുണ്ട് എന്ന് എടുത്തു പറയാൻ കാരണം. ഇത് ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ്. മക്കളെ വളർത്തുന്ന വിഷയത്തിൽ ഒരു മാതാവിനുള്ള സ്ഥാനം അതൊരു കുടുംബപരമായ ഉത്തരവാദിത്തം മാത്രമല്ല, ഇസ്ലാമിക പരിപ്രശ്യത്തിൽ അതൊരു സമൂഹ നിർമ്മാണ ദൗത്യമാണ്. അതൊരു തലമുറയുടെ രൂപകൽപ്പനയാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മെ പഠിപ്പിച്ചത്. ഒരു വ്യക്തി വന്ന് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ് എന്ന്. പ്രവാചകൻ മറുപടി പറഞ്ഞു, നിന്റെ ഉമ്മയെയാണ് എന്ന്. വീണ്ടും ആ വ്യക്തി ചോദിച്ചു, അടുത്തത് ആരെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത് എന്ന്. അതിനും പ്രവാചകൻ പറഞ്ഞ മറുപടി നിന്റെ ഉമ്മയെ എന്നാണ്. മൂന്നാമതും ചോദിച്ചു ഇതേ ചോദ്യം. അതിനും പ്രവാചകന്റെ മറുപടി അതേ മറുപടിയാണ്, നിന്റെ ഉമ്മയെ എന്ന്. പിന്നീട് 4ാമത്തെ തവണയാണ് നിന്റെ പിതാവിനെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്. സഹോദരങ്ങളെ, ഇത് വെറും ഒരു മറുപടിയല്ല, ഇത് ഒരു ദൈവിക ക്രമീകരണത്തിന്റെ പ്രഖ്യാപനമാണ്. പിതാവിനേക്കാൾ 3 സ്ഥാനങ്ങൾ അധികം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് നൽകുകയാണ്. കാരണം ഒരു കുഞ്ഞിന്റെ ഹൃദയത്തിൽ ആദ്യമായി ഈമാൻ വിതക്കുന്നത് അത് ഉമ്മയാണ്. ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ ആദ്യമായി ഏകദൈവ ആരാധന പഠിപ്പിക്കുന്നത് അത് ഉമ്മയാണ്. ഒരു കുട്ടിയുടെ മനസ്സിൽ ആദ്യമായി കരുണയും സത്യസന്ധതയും ധൈര്യവും പഠിപ്പിക്കുന്നത് അതും ഉമ്മയാണ്. അതുകൊണ്ട് ഈ ഒരു ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ ഒരു മാതാവിന്റെ മഹത്വം നമ്മൾ ശരിക്കും തിരിച്ചറിയണം സഹോദരങ്ങളെ. ആ മാതാവിനെ അവരെ ബഹുമാനിക്കാനും അവരെ ആദരിക്കാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള ഈ ഒരു പാഠം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ ويضرب الله الأمثال للناس والله بكل شيء عليم.